വൺ ഡേ വൺ എപ്പിസോഡ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഹന്നയുടെയും ഗാരറ്റിന്റെയും പ്രണയ തകർച്ച നമ്മൾ കണ്ടത്. പൂർണ്ണമായും ഉണങ്ങാത്ത മനസ്സുമായി പരസ്പരം പ്രണയിച്ച രണ്ടുപേരുടെ വേർപിരിയലുണ്ടാക്കിയ വേദനയിൽ നിന്നാണ് ഈ പുതിയ അധ്യായം ആരംഭിക്കുന്നത്. രണ്ടുപേരും പരസ്പരം കാണാത്ത ഭാവത്തിലാണ് കോളേജിൽ നടക്കുന്നതെങ്കിലും ആ വിഷമം രണ്ടുപേരെയും ഒരുപോലെ അലട്ടുന്നുണ്ട്. ഹന്ന തന്റെ സങ്കടങ്ങളെല്ലാം മറന്ന് റെസ്റ്റോറൻറ്റിലെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെ ഓർഡർ എടുക്കാൻ എത്തിയ കോളേജ് പിള്ളേർ അവളെ കണ്ട് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങുന്നു. എന്താണ് സംഭവമെന്ന് മനസ്സിലാകാതെ ഹന്ന നിൽക്കുമ്പോഴാണ് അവളുടെ സുഹൃത്തായ ഷോൺ ആ വലിയ സത്യം വെളിപ്പെടുത്തുന്നത്. ക്യാമ്പസിൽ ഇപ്പോൾ വലിയൊരു കിംവദന്തി പരക്കുന്നുണ്ട്. ഹന്നയോട് ഏതെങ്കിലും ഒരു ആൺകുട്ടി സംസാരിക്കാൻ തുനിഞ്ഞാൽ ഗാരറ്റ് അവനെ അടിച്ചു കൊല്ലുമെന്ന്. ഇത് കേട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട ഹന്ന നേരെ ബോയ്സ് ലോക്കർ റൂമിലേക്ക് മാർച്ച് ചെയ്ത് കയറുന്നു. തന്റെ ജോലിസ്ഥലത്തെ കസ്റ്റമേഴ്സിനെ പോലും ഭയപ്പെടുത്തുന്ന ഈ പ്രവൃത്തി നിർത്തിക്കാൻ അവൾ ഗാരറ്റിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗാരറ്റിന് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവന്റെ സുഹൃത്തുക്കൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അത്. നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം, ഞാനതിൽ ഇടപെടില്ല എന്ന് ഗാരറ്റ് പറയുമ്പോഴും ആ വാക്കുകൾ അവളിൽ കൂടുതൽ സങ്കടമുണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ ഗാരറ്റിനെ കാത്തിരുന്നത് ഇതിലും വലിയൊരു തിരിച്ചടിയായിരുന്നു. മുൻപ് നടന്ന അടിപിടിയുടെ പേരിൽ 4 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗാരറ്റിനെ അസോസിയേഷൻ വീണ്ടും വിളിപ്പിക്കുന്നു. അവൻ മുൻപ് പ്രൊഫഷണൽ ടീമായ ബ്രൂയിൻസിനൊപ്പം പരിശീലനം നടത്തുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അമേച്ചർ പ്ലെയർ നിയമങ്ങളുടെ ലംഘനമായതിനാൽ ബ്രയർ യൂണിവേഴ്സിറ്റി അതുവരെ നേടിയ എല്ലാ വിജയങ്ങളും റദ്ദാക്കാൻ അസോസിയേഷൻ തീരുമാനിക്കുന്നു. 13 വിജയങ്ങളിൽ നിന്ന് അവരുടെ സ്കോർ പെട്ടെന്ന് 0 മാറുന്നു. തന്റെ ഒരു അശ്രദ്ധ കാരണം തന്റെ സഹപ്രവർത്തകരുടെ കഠിനാധ്വാനം മുഴുവൻ പാഴായതോർത്ത് ഗാരറ്റ് തകർന്നു പോവുകയാണ്. കോച്ച് അവനോട് ചോദിക്കുന്നത് വളരെ ലളിതമായൊരു ചോദ്യമാണ്: നീ എന്തിനാണ് ഹോക്കി കളിക്കുന്നത്? നിന്റെ ഉള്ളിലെ ദേഷ്യം തീർക്കാനാണോ, അതോ ഈ കളിയെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഇനി ഗാരറ്റും അവന്റെ ഹോക്കി ടീമും എങ്ങനെ കരകയറും? വിജയങ്ങളെല്ലാം റദ്ദാക്കപ്പെട്ട് പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിന്നിലായതോടെ ബ്രയർ ഹോക്കി ടീമിനെ രക്ഷിക്കാൻ പുതിയൊരു തന്ത്രം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായി വന്നു. മുന്നേറ്റ നിരയിലെ മികച്ച കളിക്കാരനായ ബേർഡിക്കിന് പരിക്കേറ്റ സാഹചര്യത്തിൽ ടക്കറും ലോഗനും ചേർന്ന് ഹണ്ടർ ഡാവൻപോർട്ട് എന്ന മിടുക്കനായ പ്രതിരോധ നിരക്കാരനെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഡീൻ ഇതിനെ ശക്തമായി എതിർത്തു. കാരണം ഹണ്ടറും ഡീനിന്റെ സഹോദരിയായ സമ്മറും തമ്മിൽ മുൻപ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹണ്ടറിനൊപ്പം കളിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ഡീൻ വാശി പിടിക്കുന്നു. ഇതിനിടയിൽ പ്രണയ തകർച്ചയുടെ വിഷമത്തിൽ കഴിയുന്ന ഹന്നയെ ആശ്വസിപ്പിക്കാൻ സുഹൃത്തായ അലി ശ്രമിക്കുന്നുണ്ട്. വിഷമിച്ചിരിക്കാതെ ജീവിതം കുറച്ചുകൂടി ലളിതമായി കാണാനും പുതിയ ആളുകളുമായി ഇടപഴകി സന്തോഷം കണ്ടെത്താനും അലി ഹന്നയെ ഉപദേശിക്കുന്നു. സ്വന്തം ജീവിതത്തിലും വലിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാതിരിക്കാൻ അലി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഡീനിനെ കണ്ട് തങ്ങൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ഗൗരവമാകാതിരിക്കാൻ രണ്ടുപേരും മറ്റാളുകളുമായി കൂടി ഡേറ്റിംഗ് നടത്തണമെന്ന വിചിത്ര നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഡീൻ ആദ്യം ആശയക്കുഴപ്പത്തിലായെങ്കിലും ഒടുവിൽ അലിയെ നഷ്ടപ്പെടാതിരിക്കാൻ അവൻ ആ അസൈൻമെന്റ് സമ്മതിക്കുന്നു. എന്നാൽ കഥയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷം വരുന്നത് ഹന്നയും അലിയും തമ്മിലുള്ള മറ്റൊരു തുറന്നു പറയലിലാണ്. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ ഒരു അതിക്രമത്തെക്കുറിച്ചും അതിനുശേഷം തന്റെ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞുവെന്നും ഹന്ന അലിയോട് തുറന്നു പറയുന്നു. താൻ നേരിട്ട ആ കഠിനമായ ചതി കാരണമാണ് തനിക്ക് പിന്നീട് പാട്ടുകൾ എഴുതാൻ കഴിയാതെ പോയതെന്ന് അവൾ സമ്മതിക്കുന്നു. എന്നാൽ അലി ഹന്നയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. തനിക്ക് ഈ കാര്യം മുൻപേ അറിയാമായിരുന്നെന്നും ഹന്ന സ്വയം പറയാൻ തയ്യാറാകുന്നതുവരെ താൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അലി പറയുന്നു. ആ സുഹൃത്തിന്റെ വാക്കുകൾ ഹന്നയ്ക്ക് തന്റെ സംഗീതത്തിലേക്ക് തിരികെ വരാനുള്ള വലിയൊരു പ്രചോദനമായി മാറുന്നു. തന്റെ മനസ്സിലെ ഭാരങ്ങളെല്ലാം സുഹൃത്തിനോട് തുറന്നു പറഞ്ഞതോടെ ഹന്നയ്ക്ക് തന്റെ സംഗീതത്തിലേക്ക് തിരികെ വരാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നു. പുതിയൊരു ഗാനം തയ്യാറാക്കുന്നതിനായി ഹോക്കി കളിയുടെ തനതായ ശബ്ദങ്ങൾ കൂടി റെക്കോർഡ് ചെയ്യാൻ ജൂൾസിന്റെ സഹായത്തോടെ അവൾ ഹോക്കി റിംഗിലേക്ക് വരുന്നു. അവിടെ സസ്പെൻഷനിലായിട്ടും ഒറ്റയ്ക്ക് അസ്വസ്ഥനായി സ്കേറ്റിംഗ് നടത്തുന്ന ഗാരറ്റിനെ ഹന്ന കാണുന്നു. കരിയറും പ്രണയവും നഷ്ടപ്പെട്ട് നിരാശനായ ഗാരറ്റ് ഹോക്കി പൂർണ്ണമായും അപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ഹന്നയോട് സംസാരിക്കുന്നു. താൻ അച്ഛന്റെ ദേഷ്യക്കാരനായ നിഴലാണോ അതോ സ്വന്തം സ്വത്വമാണോ ഹോക്കിയിൽ തിരയുന്നത് എന്ന കാര്യത്തിൽ അവൻ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്നാൽ ഹന്ന അവനെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. നീ ഹോക്കി കളിക്കുന്നത് നിന്റെ അച്ഛന് വേണ്ടിയല്ല, മറിച്ച് നിനക്ക് വേണ്ടി ജീവൻ തരാൻ തയ്യാറായി നിൽക്കുന്ന നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെന്ന് ഹന്ന അവനെ ഓർമ്മിപ്പിക്കുന്നു. ഹന്നയുടെ ഈ വാക്കുകൾ ഗാരറ്റിന്റെ കണ്ണു തുറപ്പിച്ചു. മുൻപ് കളിക്കളത്തിൽ വെച്ച് താൻ നടത്തിയ അടിപിടിയുടെ വീഡിയോ അവൻ വീണ്ടും കാണുമ്പോൾ അന്ന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ പിടിച്ചുമാറ്റി രക്ഷിക്കാൻ ശ്രമിച്ചത് ആത്മാർത്ഥ സുഹൃത്തായ ലോഗനാണെന്ന് അവൻ തിരിച്ചറിയുന്നു. അതോടെ ഗാരറ്റ് ലോഗനെ കണ്ട് മാപ്പ് ചോദിക്കുകയും അച്ഛനെ പോലെ ഒരു കോപക്കാരനായ മനുഷ്യനാകാൻ താൻ ഭയപ്പെടുന്നു എന്ന സത്യം അവനോട് തുറന്നു പറയുന്നു. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടന്ന ആ വലിയ പേടി അവൻ ആദ്യമായി ലോഗനുമായി പങ്കുവെക്കുന്നു. അതേസമയം ഡീൻ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. അലി കൊടുത്ത അസൈൻമെന്റ് പൂർത്തിയാക്കാൻ മറ്റു പെൺകുട്ടികളുമായി അടുക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും മറ്റാരോടും അവന് താല്പര്യം തോന്നുന്നില്ല. ലോഗനുമായി സംസാരിക്കുമ്പോൾ ഡീൻ തന്റെ ഉള്ളിലെ പ്രണയം തിരിച്ചറിയുന്നു.
തനിക്ക് അലിയോട് വെറുമൊരു തമാശയല്ല, മറിച്ച് ആത്മാർത്ഥമായ പ്രണയമാണുള്ളതെന്ന് ഡീൻ മനസ്സിലാക്കുന്നു. മറ്റാരും അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതിന് മുൻപ് തന്നെ തന്റെ മനസ്സിലുള്ള കാര്യം അവളോട് തുറന്നു പറയണമെന്ന് ഡീൻ ഉറപ്പിക്കുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരു വഴിയിലൂടെ അലി തന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അലി ഡീനുമായുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് മറ്റൊരു അപരിചിതനെ പരിചയപ്പെടുകയും അവനുമായി പെട്ടെന്ന് അടുപ്പത്തിലാവുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ കൂട്ടുകാരി ഹന്നയുടെ മ്യൂസിക് കോമ്പറ്റീഷന്റെ മെസ്സേജ് ഫോണിൽ വന്നതോടെ അപരിചിതന്റെ പേരോ ഫോൺ നമ്പറോ പോലും ചോദിക്കാതെ അവൾ അവിടെ നിന്ന് വേഗത്തിൽ യാത്ര പറയുന്നു. അതേസമയം ഹോക്കി ടീമിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയായിരുന്നു. ഗാരറ്റ് ഇല്ലാത്ത ആദ്യ മത്സരം തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ലോക്കർ റൂമിൽ വന്ന് ഗാരറ്റ് തന്റെ കൂട്ടുകാരോട് മാപ്പ് ചോദിക്കുന്നു. താനൊരു നല്ല ക്യാപ്റ്റൻ ആയിരുന്നില്ലെന്നും സ്വന്തം സ്വാർത്ഥതയും കോപവും കാരണം ടീമിനെ പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അവൻ പരസ്യമായി സമ്മതിക്കുന്നു. ലോഗനെ ന്യൂയ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്കായി അവൻ ആശംസകൾ നേരുന്നു. ഗാരറ്റിന്റെ വാക്കുകൾ നൽകിയ വലിയ ഊർജ്ജത്തിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ടീം അത്യുഗ്രം കളിയിലൂടെ മികച്ചൊരു വിജയം സ്വന്തമാക്കുന്നു. മത്സരം കഴിഞ്ഞ് ഹന്നയുടെ മ്യൂസിക് ഷോ ആരംഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായ അലി ഗാരറ്റിനെ അങ്ങോട്ട് എത്തിക്കാൻ ഡീനിനോട് ആവശ്യപ്പെടുന്നു. ഡീൻ നിർബന്ധിച്ച് ഗാരറ്റിനെയും കൂട്ടി അങ്ങോട്ട് ഓടുന്നു. മുൻപ് മത്സരത്തിൽ നിന്ന് പിന്മാറിയ ഹന്ന തന്റെ ഭൂതകാലത്തിലെ വേദനകളെയും പേടിയെയും അതിജീവിച്ച് തന്റെ പുതിയ ഗാനം പാടാൻ സ്റ്റേജിലേക്ക് കയറുന്നു. തന്റെ ജീവിതയാത്രയെക്കുറിച്ചും വേദനകളിൽ നിന്ന് താൻ കണ്ടെത്തിയ പുതിയ കരുത്തിനെക്കുറിച്ചും അവൾ പാടിയ പാട്ട് ഗാരറ്റ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണു നനപ്പിക്കുന്നു. തന്റെ ഭൂതകാലത്തിലെ ആ പഴയ പെൺകുട്ടി കാരണമാണ് താൻ ഇന്നൊരു ശക്തിയായ വ്യക്തിയായി മാറിയതെന്ന് അവൾ പാട്ടിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഹന്നയുടെ മനോഹരമായ പെർഫോമൻസിന് ശേഷം ഗാരറ്റ് അവൾക്കരികിലേക്ക് ഓടിയെത്തുന്നു. അവളുടെ ധൈര്യത്തെയും സത്യസന്ധതയെയും അവൻ അഭിനന്ദിക്കുകയും ഹന്നയാണ് തന്നെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റിയതെന്നും പറഞ്ഞ് ഒരു രണ്ടാം അവസരം കൂടി ചോദിക്കുന്നു. കുസൃതിയോടെ ഹന്ന അത് സമ്മതിക്കുന്നതോടെ അവർ വീണ്ടും ഒന്നിക്കുന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് റെസ്റ്റോറന്റിൽ വെച്ച് വിജയം ആഘോഷിക്കുകയാണ്. ഹന്നയ്ക്ക് മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചില്ലെങ്കിലും ഒരു മികച്ച പെയ്ഡ് ഇന്റേൺഷിപ്പ് അവൾക്ക് ലഭിക്കുന്നു. ഈ സന്തോഷങ്ങൾക്കിടയിലാണ് ഡീൻ അലിയോട് സംസാരിക്കാൻ വരുന്നത്. തനിക്ക് അവൾ കൊടുത്ത അസൈൻമെന്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും തന്റെ മനസ്സ് നിറയെ അവൾ മാത്രമാണെന്നും ഡീൻ തുറന്നു പറയുന്നു. എന്നാൽ ഡീൻ കുറച്ച് വൈകിപ്പോയി. താൻ ആ അസൈൻമെന്റ് പൂർത്തിയാക്കി കഴിഞ്ഞുവെന്ന് അലി വിഷമത്തോടെ അവനോട് സമ്മതിക്കുന്നു. ഈ കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് മറ്റൊരു താരം കടന്നുവരുന്നത്. അലി തലേ ദിവസം പരിചയപ്പെട്ട് അടുപ്പത്തിലായ ആ അപരിചിതൻ മറ്റാരുമല്ലായിരുന്നു, ഡീൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അവരുടെ ടീമിലേക്ക് പുതുതായി വന്ന ഹണ്ടർ ഡാവൻപോർട്ട് ആയിരുന്നു. ഹണ്ടറുടെ കടന്നുവരവും അലിയുമായുള്ള അവന്റെ ബന്ധവും തിരിച്ചറിയുന്നതോടെ ഡീൻ നിയന്ത്രണം വിട്ട് അവനോട് വഴക്കിടാൻ തുടങ്ങുന്നു. ഒടുവിൽ ഹണ്ടർ അവരുടെ ടീമിന്റെ പുതിയ പ്രതിരോധ നിരക്കാരനാണെന്ന് ലോഗൻ വെളിപ്പെടുത്തുന്നതോടെ വലിയൊരു ചോദ്യചിഹ്നത്തിലാണ് ഈ സീസൺ അവസാനിക്കുന്നത്. പ്രണയവും സൗഹൃദവും വലിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന നിമിഷത്തിൽ നിന്നാണ് അടുത്ത അധ്യായത്തിലേക്ക് ഈ കഥ വിരൽ ചൂണ്ടുന്നത്. ഈ എപ്പിസോഡിന്റെ വിവരണം നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെയും സീരീസുകളുടെയും കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.